അതിന്റെ 4ാമത്തെ മാസം എത്തുമ്പോഴും സന്തോഷത്തോടുകൂടെ ഈ സദസ്സിൽ സംഗമിക്കാനും സംസാരിക്കാനും ശ്രവിക്കുവാനും നാഥനായ റബ്ബ് നമുക്ക് അവസരം നൽകിയപ്പോ എത്രയോ ആളുകൾ ഖബറാകുന്ന 6 അടി മണ്ണിനുള്ളിൽ എത്തിക്കഴിഞ്ഞു. അവരെ നമുക്ക് അല്ലാഹു സൗഭാഗ്യം തന്നത് എന്തേ കാരണോ മജ്ലിസിൽ വെച്ച് ഞങ്ങൾക്ക് നീ ആത്മാർത്ഥമായി എല്ലാ മാസവും ഇതിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകണം. ഇടുക്കി ജില്ലയിൽ നിന്ന് എന്റെ നാസർക്ക ഈ സദസ്സിൽ എത്തിയിട്ടുണ്ട്. മലപ്പുറത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരി ഈ സദസ്സിൽ എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ട ഉസ്താദും അതേപോലെ തന്നെ പള്ളിക്കരയിൽ നിന്ന് പല ആളുകളും എത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തിനായി പാലക്കാടിന്റെ ഈ ഗ്രാമപ്രദേശത്ത് കഷ്ടപ്പെട്ട് 200-250 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താ? ഈ സദസ്സിൽ പങ്കെടുക്കാൻ അല്ലാഹു സൗഭാഗ്യം തൊട്ടടുത്തുള്ള ആളുകൾക്ക് അല്ലാഹു ഭാഗ്യം കൊടുക്കുക. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനേ, ൂലാക്കണം റഹ്മാനേ. നമുക്ക് വരുന്ന ബുദ്ധിമുട്ട്, നമുക്ക് വരുന്ന പ്രയാസം, സിഹ്ർ ബാധിക്കുക. സിഹ്റിനേക്കാളും വലിയ അപകടകാരി സിഹ്റിനേക്കാളും വലിയ അപകടകാരി കണ്ണേറാണ്. രോഗം കൊണ്ട് വലിയ പ്രയാസപ്പെടുക. ഒരാളുടെ ജീവിതത്തിന്റെ ഉയർച്ചയും വളർച്ചയും കാണുമ്പോൾ അസ്വസ്ഥതയോടുകൂടെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനാണ് നാവേറെന്ന് പറയുന്നത്. വളർച്ച എന്താ അവനൊക്കെ 2 കൊല്ലം കൊണ്ട് അത്രയാണ് ഉയർന്നത് എന്ന് പറഞ്ഞ അൽ ഐനു ഹഖ്ഖുൻ മുഹമ്മദ് മുസ്തഫ കണ്ണാറോ ഇതേ അപകടകാരി സിഹ്ർ അപകടകാരി അല്ലേ? അപ്പോ ഇത്തരം പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടിയുള്ള ഒരു ഔഷധമാണ് നമ്മൾ കഴിക്കുന്നത്. ഏത് മാസം തോറും മജ്‌ലിസിൽ പങ്കെടുക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മരണത്തെ പോലും മാറ്റിമറിക്കാനും ആ നിയമവ്യവസ്ഥകളെ ആ ഫയലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനും പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേപോലെ നമ്മൾ കച്ചവടം ചെയ്യുന്നവരാണ്, ബിസിനസ് നടത്തുന്നവരാണ്. ആ ബിസിനസ്സിൽ പരാജയപ്പെട്ടുകൊണ്ട് ഉടുതുണിക്കും മറുതുണിയില്ലാതെയാവാൻ അല്ലാഹുവിന്റെ തീരുമാനമുണ്ടായാൽ എത്ര വലിയ സമ്പന്നനാണെങ്കിലും കോടീശ്വരനാണെങ്കിലും എത്ര വലിയ അറിയപ്പെടുന്ന ആളുകൾക്കുള്ളിൽ അഭിമാനമുള്ള വ്യക്തിയാണെങ്കിലും അല്ലാഹു തരം താഴ്ത്താൻ സ്വീകരിച്ചാൽ ഒരു സെക്കൻഡ് നേരം മതി. ഒരു സെക്കൻഡ് നേരം അല്ലാഹുവോട് ദുആർന്നു റബ്ബേ ഞങ്ങളുടെ തൊഴിലിലും കച്ചവടത്തിലും നീ ബറക്കത്ത് തരണേ അല്ലാഹ്. ആ പരീക്ഷണത്തെ അല്ലാഹു മറ്റൊരു ഫയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ. പ്രാർത്ഥന കൊണ്ട് നേടാൻ പറ്റാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. പക്ഷേ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഇഖ്ലാസ് വേണം. നമ്മളൊക്കെ ദുആർക്കാറുണ്ട്, ദുആർക്കാൻ നമുക്ക് സമയമില്ല. ഇരുന്ന് ദുആർക്കുമ്പോൾ തന്നെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞ് മൂക്കിലൊക്കെ കൈയിട്ടിട്ട് മൂട്ടിലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഒരു നിപ്പ്, അതേപോലെ തന്നെ ഒരു അള്ളാനോടൊക്കെ ചോദിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ മൂത്ത കാരണവരോട് ചോദിക്കും പോലെ പടച്ചവനോട് ദ്വാർക്കുമ്പോ ഇഖ്ലാസ് വേണം. മുത്തുനബി തങ്ങൾ അവിടുത്തെ വിരൽ ചൂണ്ടിയിട്ട് ഹൃദയത്തിലേക്ക് തിരിച്ചു പിടിച്ചിട്ട് പറയുകയാണ് അത്തഖ്വാ ഹുനാ ഹുനാ അത്തഖ്വാ ഹുനാ അത്തഖ്വാ ഹുനാ. മോനെ തഖ്വ ഇവിടെയാണ്, മോളെ തഖ്വ ഇവിടെയാണ്. ഇതിൽ
ഇത് വേദനിച്ചിട്ട് റബ്ബിനോട് ചോദിക്കണം എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം ഉറപ്പാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. സംഭവിച്ചാൽ കണ്ണ് കാരണവന്മാര് പറഞ്ഞു ഒട്ടകത്തെ ചട്ടിയിലുമാക്കും, മനുഷ്യനെ ഒട്ടകത്തിനെ ഉറങ്ങിയോ മനുഷ്യനെ എവിടെ എത്തിക്കുക? കണ്ണേർ എന്ന് പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിയത് അയലോക്കത്തെ ശംസുദ്ദീന് ലാൻഡ് ക്രൂസറിന്റെ ലെക്സസ് കാർ എടുത്തിട്ട് ഇങ്ങനെ പെർഫ്യൂമൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ പോകും. ഇതല്ല, കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ നമ്മൾ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് ഞാനിപ്പോ കുഴപ്പമില്ലല്ലേ, എന്റെ തടിയൊക്കെ ഉഷാറാണ്, ഞാൻ നല്ല ഭംഗിയുണ്ട്, ആരെങ്കിലും ആണുങ്ങളൊക്കെ എന്നെ കണ്ടാൽ ആഗ്രഹിക്കും എന്ന് ഒരു പെണ്ണ് ചിന്തിച്ചാൽ നേരെ പഠിച്ചു വെച്ചതൊക്കെ മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റിയല്ല. ഞാൻ ചിന്തിക്കുകയാണ്, ഈ 60ാമത്തെ വയസ്സിലും ഞാൻ ചിന്തിച്ചിട്ടില്ലെങ്കിൽ മോമക്ക് ചിന്തിക്കുക. അങ്ങനെ മോമക്ക് ചിന്തിക്കുകയാണ്, ഈ 65 വയസ്സ് 60 വയസ്സിലും 65 വയസ്സിലും എനിക്കിപ്പോഴും ഒരു പെണ്ണ് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് ചിന്തിച്ചാൽ അത് കണ്ണേറാണെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം സ്വന്തം ശരീരത്തിൽ നമ്മളെ കണ്ണേറിനെ നമുക്ക് പറ്റുന്നു. ചില ആളുകളുണ്ട് ജലദോഷം പിടിച്ചാലും എനിക്കിപ്പോ മാട്ടാണ് അങ്ങനത്തെ കുറെ അത് നടക്കൂല, അത് പറ്റൂല, അത് നല്ല അടി കിട്ടാത്ത കേടാ. എന്ത് സംഭവിച്ചാലും എനിക്ക് സിഹറാണ് എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. കൂട്ടരെ ആർക്ക് ഈ സിഹർ ചെയ്യണമെങ്കിൽ ഒരുപാട് പണിയെടുക്കണം, പൈസക്കും ചെലവുണ്ട്. ആരാപ്പം ഞമ്മക്ക് വേണ്ടി നമ്മളെ കാലം മുട്ടിച്ച് കുറച്ച് ചോര വരുത്താൻ വേണ്ടിയിട്ട് ആരാ നമ്മളെ പിന്നാലെ ഇങ്ങനെ ഇതിനായിട്ട് നടക്കുന്ന ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഒലക്കാണ്. എന്നാ ചെയ്യൂലേ? ഉറപ്പായിട്ടും അത് അത്രക്ക് ഗൗരവമുള്ള കാര്യങ്ങളും അല്ല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആരെങ്കിലും നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓലെ നെഞ്ഞത്തിൽ തന്നെ അള്ളാഹു പതുക്കണം മടക്കിയാക്കട്ടെ. നമ്മളെ കുട്ടികൾക്കും നമ്മളെ വീട്ടുകാർക്കും നമ്മളെ കൂട്ടുകാർക്കും നമ്മളെ കുടുംബത്തിലും നമ്മളെ സമ്പത്തിലും നമ്മുടെ വീട്ടിലും നമ്മളെ കാറുകളിലും നമ്മളെ വാഹനങ്ങളിലും അള്ളാഹു ബാധിപ്പിക്കാതിരിക്കട്ടെ. കണ്ണേർ അപകടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഒരു കഥ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 12,000 വരുന്ന സ്വഹാബികളും നേരിടേണ്ടി വന്ന ധർമ്മ പോരാട്ടമായിരുന്നു ഹുനൈൻ യുദ്ധം എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ ഹുനൈനിൽ 12,000 വരുന്ന സ്വഹാബികളുമായി പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔത്തോസ് താഴ്വരയിലേക്ക് പുറപ്പെട്ടു. നേരെ ശ്രദ്ധിച്ചോ, ഞാൻ കണ്ണേറിന്റെ ഭാഗം പറയുന്നു. ആരാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഒന്നൊക്കെ സ്വലാത്ത് ചൊല്ല് മുഹമ്മദ് മുസ്തഫ. ഒരിത്തിട്ടത് നട്ടൊരു ലഹലഹിസായി പൂത്ത കരത്താൽ കാറ് രണ്ടാം വാണി ഔസജ് പോൽ പിടിച്ചെയ്താരോ. ലോകത്ത് അല്ലാഹു തആല പടക്കപ്പെട്ട പടപ്പുകളിൽ പ്രധാനിയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. റാഹത്തുൽ ലിൽ ആശിഖീൻ മുഹമ്മദ് മുസ്തഫ. ആരെ കൊണ്ടാ പുറപ്പെടുന്നേ? അസ്ഹാബി കൻനുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും സദഖ റസൂലുള്ളാഹി. എന്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാണെന്ന് ഒരു വട്ടമല്ല പലവട്ടം ആവർത്തിച്ചു പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹിനെ സ്വന്തം കണ്ണുകൾ കൊണ്ട് നഗ്ന നേത്രങ്ങളെ കൊണ്ട് അവിടുത്തെ സൗന്ദര്യം
ആസ്വദിക്കാൻ, അവിടുത്തെ സുഗന്ധത്തിന്റെ പരിമളം ആസ്വദിക്കാൻ അല്ലാഹു അവസരം കൊടുത്ത, അല്ലാഹു തആല അനുമതി കൊടുത്ത, അല്ലാഹു സൗഭാഗ്യം കൊടുത്ത പ്രഗൽഭരായ സ്വഹാബത്തിനെ മുത്തുനബി തങ്ങൾ പറഞ്ഞതും പരിചയപ്പെടുത്തിയതും അസ്ഹാബി കന്നുജൂം, സ്വഹാബികൾ നക്ഷത്രതുല്യരാണ്. ഹബീബായ നബി മദീനത്തെ പള്ളിയുടെ മുമ്പിൽ മദീനത്തെ പള്ളിയുടെ മുമ്പിൽ സ്വഹാബത്തുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ കണ്ടു പരിചയമില്ലാത്ത ഒരു വ്യക്തി പൊടിപടലങ്ങളെ പാറിപ്പറപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗതയിൽ തന്നെ മസ്ജിദിലേക്ക് കുതികുതിച്ച് വരികയാണ്. നബി തങ്ങളാ വരുന്ന വ്യക്തിയെ ശ്രദ്ധിച്ചു, സ്വഹാബത്തും ആ വരുന്ന വ്യക്തിയെ തന്നെ ശ്രദ്ധിച്ചു. അവൻ അപകടകാരിയാണോ, അവൻ ശത്രുവാണോ, ആ വരുന്നത് മിത്രമാണോ അറിയാനുള്ള ആകാംക്ഷ. വന്ന വ്യക്തി എങ്ങനെയാണ് അവന്റെ രൂപം? ഞാൻ പറഞ്ഞുതരാം. നേരെ ശ്രദ്ധിക്കും. താൻ മാറുതല കടുതേ പാപിച്ചുൽ ചലാമെല്ലാം മഹാരാജി തിരുതേ ശരമീതും പുറാഗ് പോൽ ഇലാഹുകൾ ദിനതേ സൂറായി കൊളയോദിൻ ഉദകത്തിൻ കരീതേ പെരിയാവൻ ലഈനായി പകയൽ ചൊൽ ചരിതേ പടാരാജൻ ജവാമാത് ഉദതായി പൊറുതേ അഗതാതൻ നബി തോളർഹറാനി നമാസ ഇറയോനിൽ തൊഴുതാവർ അജബായി ദർത്താ നസീഹത്ത് ഒളി ചെയ്ത് ജുലൂസ സമയം പങ്കെടുത്തേക റജുൽ ജാന കൈസ മുൻപിൽ ഉലാമൈനി അവരുമായി തുറസ സുവാലായി മൻ മുഹമ്മദും തഅസൂം നഫസ. മുത്തുനബി തങ്ങളും സ്വഹാബത്തും ളുഹർ നിസ്കാരവും കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞിട്ട് മസ്ജിദിന്റെ മുമ്പിൽ വന്നിരുന്ന് റസൂലുള്ള നല്ല രൂപത്തിൽ ഇങ്ങനെ നസീഹത്ത് നടത്തിക്കൊണ്ടിരിക്കുക. സ്വഹാബത്തിന് ആകാംക്ഷയോടെ ആവേശത്തോടെ സ്വഹാബത്ത് ആ ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വരുന്ന വ്യക്തി എങ്ങനെയാ വരുന്നത്? നിറം സാമലിബാസ തശരീഫാലവൻ റാഖിബ് അസ്സദ് ഫർസാ. അവൻ വരുന്ന രൂപം എങ്ങനെയെന്നറിയും? നല്ല കറുത്ത ഒരു തലയെടുപ്പുള്ള കറുത്ത കുതിര. നേരെ ശ്രദ്ധിക്കുക. ആ കുതിരയെ കാണാൻ നല്ല ഭംഗിയാണ്. എന്തേ കാരണം? ആ കുതിരയുടെ തല മുതൽ കഴുത്തുവരെ നല്ല മുടി, സ്ത്രീകളുടെ ചന്തിക്കത്തോളം ഇറങ്ങി നിൽക്കുന്ന കാർകൂന്തലുകളെ പോലെ അതിനേക്കാൾ അതിമനോഹരം രസകരമായിരിക്കുന്ന മുടി. രണ്ടു ഭാഗത്തേക്കും ഈ കുതിര ഇങ്ങനെ ഓടുമ്പോ ആ കുതിരയുടെ മുടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ചി ഒലഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയാ. ആ കുതിരപ്പുറത്തിരിക്കുന്ന വ്യക്തിയോ വെളുത്ത വ്യക്തി, മുഖം, നല്ല കറുത്ത താടി. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താ? നല്ല വെളുത്ത ഇതുപോലത്തെ ഒരു തട്ടം തലയിൽ ഇട്ടിരിക്കുന്നു. നല്ല വെള്ള കമീസ്, വെളുത്ത ഒരു നീളം കമീസ്. എങ്ങനെയാവാൻ വരുന്നത്? സഖീതുക പോണ്ട് ചമഞ്ഞാടാ നിറം സാമലിബാസ തശരീഫാൽ അവൻ റാഖിബ് അസ്വദ് ഫർസാ.
നല്ല രസകരമായ നല്ല ചങ്കുറ്റുള്ള ആണത്തമുള്ള ഒരു ചെറുപ്പക്കാരൻ ആണത്തമുള്ള ചെറുപ്പക്കാരൻ വന്നിട്ട് മദീനത്തെ പള്ളിയുടെ മുമ്പിൽ നിന്ന് എന്നിട്ട് ഈ കുതിരയുടെ ആരും മുസലിലിട്ട് പേടിയില്ല, ഭയമില്ല. അവൻ വന്ന് ചോദിച്ചു, മൻ മുഹമ്മദ്, മാന്യമായ ചോദ്യം. ഇരിക്കുന്ന ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു. എന്തേ അത്ഭുതപ്പെടാൻ കാരണം? വന്ന ചെറുപ്പക്കാരന്റെ ഭംഗി ആസ്വദിക്കുക, ആ ശജാഅത്തും ആ കവിളും ആ താടിയും ആ മുഖവും ആ ഉതിരിയും ഒക്കെപ്പാടെ കണ്ടപ്പോ ആളുകൾ അന്തം വിട്ട് നോക്കുമ്പോൾ മുഹമ്മദ് ഈ ചോദ്യം കേട്ടപ്പോ തന്നെ ഒരു ആകർഷണം തോന്നിപ്പോകുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. മോനെ ഞാനാ മുഹമ്മദ്. അതുല്യമായ പ്രഭയതിലും അവാച്യമായ സ്വീകാര്യതയിലുണ്ട്. അമ്പിളി പൂക്കുന്ന മഹനീയമായ ഒരു ഭാവം ആ മുഖത്തുണ്ട്. പ്രപഞ്ചം നാണം കൊടുങ്ങുന്ന പ്രതിഷ്ഠമായ ഒരു രൂപസാദൃശ്യം ആ ശരീരത്തുണ്ട്. ഇതാരാണ്? മക്കയിൽ ഉദിച്ചുയർന്ന ദീപമാണോ? മദീനയിലെ പ്രവാചകനാണോ? ഹിജാസിന്റെ മഹനീയ ആലോകരുടെ ഹൃദയാന്തരങ്ങളിലെ മാല്യമാണോ മുഹമ്മദ് മുസ്തഫ? ഈ വന്ന വ്യക്തി, മോനെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് വാ, ഞാനാണ് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് വന്ന വ്യക്തി അങ്ങോട്ട് നോക്കുമ്പോ പ്രകാശിക്കുന്ന മുഖം. സളകരെ സുആലാനെ പൊഴുതാ നിർമ്മലൻ പുലിയേളും ദവനോട് മൊളിതാ ഷഫീഅനോർ തമ്മൈ തേടി റവായണ്ട് ഉനദാ ക്ഷണം ഖാല നബി തമ്പൈ പിരീശംബെ തെനദാ. അതോടെ ആദരവോടെ ബഹുമാനത്തോടുകൂടെ നല്ല തഅലീമോടുകൂടെ പുന്നാര നബിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ ആ ചെറുപ്പക്കാരന്റെ ആ നടത്തവും പള്ള കൂടുതലില്ല. പള്ള കൂടുതൽ ഉണ്ടാകുന്നത് അപകടമാണ്. മമ്മൂട്ടി വേണമെങ്കിൽ കുറച്ചോട്ടെ, വേണ്ടേ കുറക്കണ്ട. പള്ളല്ല, ആ ശരീരത്തോടുകൂടെ നല്ല കണ്ട ഏതൊരാളും ഒന്ന് നോക്കിപ്പോകുന്ന ആ ശരീരത്തോടെ പുന്നാര നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാണ്, ഇലങ്കുന്നേ നബി ഷാഹുൽ ഹമീദ ലഹറാക്കി കരത്തിനാൽ ഇഷാറ ചെയ്തു സൈദ. മുത്തുനബിക്ക് മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനാ. കേട്ട ഉടനെ തന്നെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചാടി എണീറ്റു. എന്നിട്ട് പറഞ്ഞു, പുന്നാര നബി തങ്ങളെ, ഇവൻ അപകടകാരിയാണ്, ഇവൻ വിഷമാണ്, ഇവൻ നീചനാണ്, ദുഷ്ടനാണ്, തമ്മാടിയാണ്. വല്ലാഹി അടുക്കരുത്. വന്ന സ്വഹാബിയുടെ കരുത്തുറ്റ കൈകൾ കൊണ്ട് ഈ ചെറുപ്പക്കാരെ, ഈ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരന്റെ നെഞ്ചത്തേക്ക് കൈവച്ചിങ്ങോട്ട് മാറ്റിയിട്ട്, തട്ടിങ്ങോട്ട് മാറ്റിയിട്ട്, ഇങ്ങോട്ട് മാറ്, എന്റെ ഹബീബായ നബി തങ്ങളെ അപകടത്തിൽപ്പെടുത്താൻ വന്ന ധിക്കാരി, നീ ആരാ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ വന്ന വ്യക്തി, നേരെ ശ്രദ്ധിക്ക്, സ്വഹാബി ഈ വന്ന ആളെ അപമാനിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ കുറച്ചു നേരം ഒന്നടങ്ങ്, ഞാനൊന്ന് ചോദിക്കട്ടെ, അവൻ ആരാ? നബിയെ, എനിക്കറിയാവനെ. ഫത്ഹ് മക്കയുടെ സമയത്ത് ഇസ്ലാമിനെതിരെ ആയുധം പ്രയോഗിച്ച ധിക്കാരിയും തമ്മാടിയുമായ സഫ്വാന നബിയായി വന്നിരിക്കുന്നത്. അവനെ വിശ്വസിച്ചുകൂടാ. എന്തോ ഒരു തന്ത്രം പയറ്റി അങ്ങയെ അപകടത്തിൽപ്പെടുത്താനായി ദുഷ്ടൻ വന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോ സ്വഹാബത്തൊക്കെ ഇളകി. അങ്ങനെ ഉണ്ടല്ലോ, ചാടി എണീറ്റു ഓരോരുത്തര്. ബിസ്മില്ലാ, അലിയാര് തങ്ങള് വാളൂരി പിടിച്ചു. വന്ന വ്യക്തി ഒരു കൂസലുമില്ല കൂട്ടരെ. അതാണ് ആണത്തം. പേടിന്ന് പറഞ്ഞാല് ഇപ്പൊ വാഹിദിനായിട്ട് നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങൂല. മമ്മൂട്ടിനായിട്ട് പോയ മമ്മൂട്ടി മുമ്പിലാ ജതുബളകിറ്റ്.
അതാണ് എനിക്ക് മമ്മൂട്ടിനോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം. വായുദിന് എന്തെങ്കിലും പ്രശ്നത്തിന് കൊണ്ടുപോയാൽ 3 മണിക്കൂർ നേരം ബാത്റൂമിൽ നിന്ന് ഇറങ്ങൂല. അപ്പൊ ആളുകളുടെ സ്വഭാവം അങ്ങനെ, പേടിയുള്ളവരും ഉണ്ടാവും. ഈ വന്ന വ്യക്തി ഉണ്ടല്ലോ, ഓരോരുത്തരും ഇങ്ങനെ ദേശത്തോടെ വാള് വരുന്നു, ദേശത്തോടെ മുഖം ചുരുട്ടുന്നു, മുഷ്ടി ചുരുട്ടുന്നു, കണ്ണുരുട്ടുന്നു. ഒരു പ്രശ്നമില്ല. അള്ളാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, മോനെ ഈ പറയുന്നത് ശരിയാണോ? നിന്റെ പേര് സഫ്വാൻ എന്നാണോ എന്ന് ചോദിച്ചു. നഅം യാ റസൂലല്ലാഹ്, ഞാൻ സഫ്വാനാ. പിന്നെന്തിനു നീ ഇവിടെ വന്നു? അള്ളാഹുവിന്റെ നബിയെ, സത്യത്തിന്റെ സന്ദേശം ഹൃദയാന്തരത്തിലേക്ക് തുളച്ചു കയറിയാൽ പിന്നത്തെ പ്രവർത്തനം എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനാ ഞാൻ ഇവിടെ വന്നത്. ചൊല്ലിത്തരൂ നബിയെ കലിമത്തു ഷഹാദ, ചൊല്ലിത്തരൂ കലിമത്തു ഷഹാദ. അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി നഫിയില്ലാത്തലവരെ നയന്തതിൻ ബഅദ നബി മുമ്പിൽ ഖരീബാവൻ ബിടുന്ദുദൈ ജവാബാ. പുന്നാര നബിതങ്ങൾ അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന പവിത്രമായ നാവുകൊണ്ട് ചൊല്ലിക്കൊടുക്കുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു ഷഹാദ. ഇനി സഫ്വാന്റെ പേര് കേൾക്കുമ്പോൾ ഉറക്ക റളിയല്ലാഹു അൻഹു ചൊല്ലണം. ബഹുമാനപ്പെട്ട സഫ്വാൻ. വിശദീകരിച്ച് പറയാൻ നമുക്ക് സമയമല്ല, ഞാൻ ചുരുക്കുക. കണ്ടോ, രണ്ടാമതായി സഫ്വാന് പറഞ്ഞു, നബിയെ, ഔത്താസ് പർവ്വതത്തിന്റെ താഴ്വരയിൽ അങ്ങയെ നശിപ്പിക്കാൻ, അങ്ങയുടെ സംഘത്തെ കൊന്നൊടുക്കാൻ ആയിരക്കണക്കിന് പട്ടാളത്തിന്റെ പിൻബലത്തോടുകൂടെ ഔത്താസ് താഴ്വരയിൽ വന്നിട്ട് അതേ ഒരു സംഘം കാത്തിരിക്കുന്നുണ്ട്, ഒരു സംഘം കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് പ്രവാചകരെ, എത്രയും പെട്ടെന്ന് പുറപ്പെടണം ആ സംഘത്തോട് ഏറ്റുമുട്ടാൻ. അപ്പൊ റസൂലുള്ള ഒന്ന് ശങ്കിച്ചു. ഈ വന്ന് പറഞ്ഞ മെസ്സേജ് അപ്പളക്കപ്പള അണ്ണാക്ക് തൊടാതെ വിഴുങ്ങരുത്, ആര് പറഞ്ഞാലും. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ ഒന്നും ബ്രേക്ക് ഇട്ടു. ഈ പറയുന്നത് ശരിയാണോ? ചിന്തിച്ചിരിക്കുമ്പോഴേക്ക് അതാ കടന്നു വരുന്നു നസലുൽ അമീനു, മലക്ക് ജിബ്രീൽ. ഒന്നുറക്ക പറഞ്ഞേ, മലക്ക് ജിബ്രീൽ. ആരാണ് ജിബ്രീൽ എന്നോ? 1,24,000 വരുന്ന പ്രവാചക പുങ്കവന്മാരുടെ മുമ്പിൽ പടച്ച തമ്പുരാന്റെ ദിവ്യ സന്ദേശവുമായി കടന്നെത്താൻ അള്ളാഹു അവസരം കൊടുത്ത മാലാഖയാണ് ഗബ്രീൽ മാലാഖ. ആ മലക്കാണ് കൂട്ടരെ, മുഖറബായ മലക്ക് ജിബ്രീൽ ാണ് മുത്തുനബിക്ക് മുമ്പിൽ വന്നിട്ട് പറയുന്നു, സഫ്വാൻ പറഞ്ഞത് വല്ലാഹി വല്ലാഹി 100% സത്യമാണ് തങ്ങളെ. അതിനുള്ള പ്രതിവിധി എത്രയും പെട്ടെന്ന് കാണണമെന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ. ഉറക്കപ്പറ, മലക്ക് ജിബ്രീൽ. മലക്ക് ജിബ്രീൽ വന്ന് പറഞ്ഞു, ഈ സംഘവുമായിട്ട് മുത്തുനബി തങ്ങൾ പുറപ്പെടുക. അങ്ങനെ ഒരു പർവ്വതത്തിൻ്റെ താഴ്വര കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഒരു പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വന്ന് 12,000 സ്വഹാബികൾ. എത്ര? ഒന്ന് പറഞ്ഞേ. 12,000 സ്വഹാബികൾ വന്നിട്ട് ആ പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തിയപ്പോൾ ദുർഘടമായ വഴിയിലൂടെയുള്ള പ്രയാസകരമായ പ്രയാണം. ഉറക്കം വരുന്നില്ല. പ്രയാസകരമായ പ്രയാണം കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. എല്ലാവരും കിടന്നുറങ്ങുക. ഇതിനെ എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങി, എല്ലാവരും ഉറങ്ങി. പക്ഷേ മുത്തുനബി തങ്ങൾ ഉറങ്ങുന്നില്ല. അവിടത്തേക്ക് വേണ്ടി പ്രത്യേകമായി ഒരു ഹൈമ നിർമ്മിച്ചിട്ടുണ്ട്, ഒരു ടെന്റ് നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ടെന്റിനകത്ത് വെച്ച് ഒരു ചിമ്മിനി വട്ടവും ഒരു ചിമ്മിനി വിളക്കും കത്തിച്ചിട്ട് പുന്നാര നബി തങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുകയാ. എല്ലാവരും ഉറങ്ങാണ്. പുന്നാര നബി ഉറങ്ങാതെ ഉറക്കം വരാത്തൊരു സ്വഹാബി ഉണ്ട്. ആരാ സ്വഹാബി? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഉറങ്ങൂല. നിഴലില്ലാത്ത നബിയുടെ നിഴല് പോലെ കൂടെ നടക്കുന്ന സയ്യിദുനാ പറ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ ആരംഭ പൂമോളെ,
ആയിഷ പൂവഴകേ ആദരത്വാഹ നബിയോരെ സൗജത്തായി ലംഘിയ പൊന്നോളിവേ 18 വയസ്സിൽ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് 68 വയസ്സുവരെ ചാരിത്രം നഷ്ടപ്പെടുത്താതെ അരമനയുടെയും കലവറയുടെയും മകത്തളത്തിലിരുന്ന് അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകളെ ലോകത്തുള്ള സൗഭാഗ്യ വനിതകൾക്ക് കൈമാറ്റം ചെയ്തു കൊടുത്ത പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ബഹുമാനപ്പെട്ട മഹദി ആയിഷത്തു സിദ്ദീഖ. ഒന്ന് പറ, ആയിഷത്തു സിദ്ദീഖ. ആയിഷുവിന്റെ വാപ്പ പുന്നാര നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, സന്നദ്ധ സഹചാരി. 2 വയസ്സിന് കുറവാ. പുന്നാര നബിയേക്കാൾ 2 വയസ്സ് സിദ്ദീഖിന് കുറവാണ്. നിങ്ങൾക്കതറിയോ അലിക്ക? ഇപ്പൊ കേട്ടല്ലേ, എറണാകുളത്ത് നിന്ന് വന്നപ്പോ എന്തൊക്കെ നേട്ടണ്ടായി അല്ലേ? ഇൽമിന്റെ സദസ്സിൽ വന്നിറങ്ങും റഹ്മത്ത്, അതിൽ നിന്നൊരോഹരി കിട്ടി വീണ്ടും നിഅമത്ത്. അള്ളാഹു ഈ ഇരിക്കണോണ്ട് നമ്മുടെ ദുനിയാവ് ആഖിറവും വിജയിപ്പിക്കട്ടെ. ഈ ഇരുത്തം കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഈ പങ്കെടുത്തത് കൊണ്ട്, ഈ ഇരുത്തം കൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റക്കല്ലേ കിട്ടുള്ളൂ, ഈ ഒച്ചട്ട എനിക്ക് കിട്ടൂലല്ലോ. നമുക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാണ്. കണ്ടോ പുന്നാര നബി ഒരു പർവ്വതത്തിൻ്റെ താഴെ വന്നിട്ട് കിടക്കുകയാണ്. എല്ലാ സ്വഹാബികളും 12,000 സ്വഹാബികളും ശരീരം ക്ഷീണിച്ചിട്ട് ഉറക്കത്തിലാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സിദ്ദീഖ് തങ്ങള് ഖൈമയുടെ പുറത്ത് വന്നിട്ട് ഒന്ന് സൗണ്ട് ഉണ്ടാക്കി. വീട്ടിൽ ചെന്നിട്ട് ബെല്ലടിക്കുമ്പോൾ ആരാന്ന് ചോദിച്ചാൽ ഇത് ഞാനാന്ന് പറയാൻ പാടില്ല എന്നാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാണെന്ന് പറയാൻ പാടില്ല, ഞാൻ അബ്ദുസ്സലാമാണ് എന്ന് തന്നെ പറയണം. ഞാൻ മൊയ്തീൻ കുട്ടിയാണ് എന്ന് തന്നെ പറയണം. ചില ഹമുക്കുകള് സലാം പറഞ്ഞേക്കാൻ എൻ്റെ സലാം എന്ന് അവിടെ പറയുന്നുണ്ട്. ഇവൻ്റെ സലാം കിട്ടായിട്ട് ദാരിദ്ര്യം കൊണ്ട് ആ സാധു അവിടെ കഴിഞ്ഞുകൂടുകയാണ്. എൻ്റെ സലാം എന്ന് പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും, എൻ്റെ അസ്സലാമു അലൈക്കും നിങ്ങൾ പറയണം കേട്ടോ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ദീനിൻ്റെ ഷറയിൻ്റെ വിധി അങ്ങനെയൊക്കെയാണ്. വീടിൻ്റെ വാതിലിങ്ങനെ മുട്ടുമ്പോൾ ഹോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ആരാന്ന് ഉള്ളെന്ന് വിളിച്ചു ചോദിച്ചാൽ പറയണം ഞാൻ അബ്ദുസലാമാണ്, ഞാൻ സലാം മുസ്ലിയാരാണ്, മണ്ണാർക്കാട് നിന്ന് വന്ന ആളാണ് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം എന്ന് പുന്നാര നബി. മനസ്സിലായോ? മൊയ്തീൻ കുട്ടിയുടെ ഭാര്യയും ഇരുന്നിട്ട് വർത്താനം പറയാ, വേറെ ഒന്നും അവിടെ നടക്കണില്ല. ആ റൂമിലേക്കും അനുവാദമില്ലാതെ കടന്നു വരുന്നത് ഹറാമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ചില ഹാമുക്കുകളുണ്ട്, റൂമിലേക്ക് കടന്നു വരുമ്പോൾ ഒരു അദബും ഉണ്ടാവില്ല, അച്ചടക്കം ഉണ്ടാവില്ല, പാടില്ല. ഇതിനൊക്കെ ശറഅ് ഒരുപാട് നിയമം നിർദ്ദേശം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരുടെങ്കിലും ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം ചോദിച്ചു കൊണ്ടാവണം എന്നാണ് മുത്തുനബി. കേട്ടോ? സൗണ്ട് ഉണ്ടാക്കി. അള്ളാന്റെ റസൂല് ചോദിച്ചു, ആരാ നബിയെ? ഇത് ഞാനാണ്, സിദ്ദീഖാണെന്ന്. എന്നങ്ങോട്ട് കയറി പോരീന്ന് പറഞ്ഞു. കയറി അങ്ങോട്ട് ചെന്നപ്പോ എല്ലാവരും ക്ഷീണിച്ചാൽ, വെയിലൊക്കെ കൊണ്ടാല്, നല്ലോണം പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ചാൽ മുഖത്തിലൊരു വാട്ടുണ്ടാവുമല്ലോ. അള്ളാന്റെ റസൂലിന്റെ മുഖം അപ്പോഴും കൽ ഖമരി ലൈലത്തുൽ ബദരി, 14-ാം രാവിലെ ഇങ്ങനെ സൂര്യൻ കത്തുന്നത് പോലെ, ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ മുഖം ഇങ്ങോട്ട് കണ്ടപ്പോൾ സന്തോഷം ഇങ്ങോട്ട് കൂടിയപ്പോൾ ചിലവര് കരയും. സന്തോഷം കൂടിയ ചിലവര് കരയും, സന്തോഷം കൊണ്ട് കരയും. ചിലവര് ചിരിക്കും. പല മൈൻഡും, പല ആളുകൾക്കും പല മൈൻഡാ. കേട്ടോ? നബിത്തങ്ങളുടെ ഈ സൗന്ദര്യമുള്ള മുഖങ്ങാട്ട് കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മുത്തു നബിയെ, ഈ യുദ്ധത്തിൽ നമുക്ക് വിജയം ഉറപ്പായിരിക്കും. അല്ലാഹുവിന്റെ റസൂല് അത്ഭുതത്തോടെ ചോദിച്ചു, യാ സിദ്ദീഖ്, എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? മറ്റൊന്നുമല്ല, ഈ കിടക്കണ 12,000 സ്വഹാബികൾ നമ്മളെ ആളുകളല്ലേ, ഇതിൽ നമുക്ക് വിജയം ഉറപ്പല്ലേ? 12,000 ആളും നമ്മുടെ ആളുകളല്ലേ, ഇതിൽ നമുക്ക് വിജയം ഉറപ്പല്ലേ? ഇത് കേട്ടപ്പോൾ പുന്നാര നബിയുടെ മുഖം പെട്ടെന്ന് ഡൗണായി. ആ പ്രസന്നമായ മുഖം പെട്ടെന്ന് ഇങ്ങോട്ട് ഡൗണായിട്ട് അള്ളാഹിന്റെ റസൂല് തലങ്ങട് താത്തിയിട്ട് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. പെട്ടെന്ന് മുഖമാണ് മാറി. സിദ്ദീഖ് തങ്ങൾ ആ നിപ്പ് കണ്ട് മണിക്കൂറോളം നിന്നു. അള്ളാഹിന്റെ റസൂല് മിണ്ടിയില്ല.
റസൂലുള്ളാന്റെ അനക്കവും അടക്കവും അറിയുന്ന സന്നദ്ധ സഹചാരിയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു. സിദ്ദീഖിന് മനസ്സിലായി, ഞാൻ പറഞ്ഞ ഈ വാക്ക് പ്രവാചകന് തീരെ തൃപ്തികരല്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. നേരം വെളുക്കുന്നത് വരെ, സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരല്പം മുമ്പ് വരെ സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ നിന്നു. അള്ളാന്റെ റസൂൽ മിണ്ടിയില്ല. സിദ്ദീഖ് നിരാശയോടെ മടങ്ങി പൊട്ടിപ്പൊട്ടിങ്ങനെ കരയുകയാണ്, തേങ്ങലടിച്ച് കരയുകയാണ്. നേരെ വന്നിട്ട് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ കൊച്ചാപ്പ അബ്ബാസ് ഉറക്കപ്പറ ബദറിൽ വെച്ച് പറഞ്ഞില്ലേ, തെളിവർ നബിക്കമ്മ തായേ ആതിക ഉമ്മത്താൻ തേറിത്തൂയിൽ തന്നിൽ കണ്ടാളേക മനാമ് താൻ ഫല്ലമാം ഖൈറാനക്കി നാവ് കണ്ടങ്കുളർന്നാളേ പകലിൽ അബ്ബാസൈവ രുത്തി ചേതി മൊളിന്താളേ. ഹബീബിന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ, ബഹുമാനപ്പെട്ട പ്രവാചകന്റെ എളാപ്പ, ബഹുമാനപ്പെട്ട അബ്ബാസിന്റെ അടുത്ത് ചെന്നിട്ട് സിദ്ദീഖ് തങ്ങളിങ്ങനെ തേങ്ങിക്കരയ. ആരാ വിഷമിച്ചത്? ലോകത്തിന്റെ നേതാവ്. ആരാ പ്രയാസപ്പെട്ടത്? ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കപ്പറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിണങ്ങി. സുബഹി നമസ്കരി തവർ ജോലുസാ സമയം സഈദിലേക്ക് സമയം റസൂലിലേക്ക് തടുത്തബ്ബാസാ സബലണ്ടരിപ്പ പങ്കജ പൂത്തേ ചുടരിൽ മഹാമോകം കലങ്ങി മുത്തേ ഹബീബുൻ നബി ഖാല അബൂബക്കർ കുവലായി നമുക്കുണ്ട് ജനം കസീറ അവയാൽ മാമാത്തോളകളിൽ പാസ്വറ ഉണ്ടായിടാമോ എന്തനിൽ ഫിക്റ. കേട്ടോണേ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. നേരെ ശ്രദ്ധിക്കുക. തിരിഞ്ഞിരുന്ന് ദുആ ചെയ്തു. അപ്പോഴും ആ മുഖത്ത് വല്ലാത്ത ടെൻഷനാണ്. കൊച്ചാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആദരവിന്റെ അങ്ങേ അറ്റത്തെ പ്രകടനത്തോടെ, ജ്യേഷ്ഠന്റെ മോനാണ്, പറയാൻ പറ്റൂല, ഇൽമുണ്ട്, പ്രവാചകനാണ്, അംഗീകരിക്കണോ, അഹങ്കാരത്തോടെ ചെല്ലാൻ പാടില്ല. ഞാൻ നബിയുടെ എളാപ്പയാണല്ലോ, എനിക്ക് എവിടെയും ചെല്ലാലോ, പറ്റൂല. സുബഹി നമസ്കരി തവർ ജോലുസാ സമയം റസൂലിലേക്ക് തടുത്തബ്ബാസാ സബലണ്ടരിപ്പങ്കജപ്പൂത്തേ ചുടരിൽ മഹാമോകം കലങ്ങി മുത്തേ. മുത്തുനബി തങ്ങളുടെ മുമ്പിൽ അതവോടെ ചെന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതരെ, സബലണ്ടരിപ്പ പങ്കജപ്പൂത്തേ, പ്രകാശിക്കുന്ന വദനത്തിന്റെ ഉടമയായ പുന്നാര റസൂലേ, എന്തേ അവിടുത്തെ മുഖത്തിന്, എന്തേ അവിടുത്തെ മനസ്സിന് വേദനിച്ചത്? എന്താ സംഭവിച്ചത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇവിടെയാണ് കണ്ടന്റ്, പഠിച്ചോ, ഇവിടെയാണ് കണ്ടന്റ്. അള്ളാന്റെ റസൂല് പറയാണ്, ഹബീബുൻ നബി ഖാല അബൂബക്കർ കബലായി നമുക്കുണ്ട് ജനം കസീറ അവയാൽ മാമത്തോളറുകളിൽ ബസറ ഉണ്ടായിടമോ എന്നിൽ ഫിക്റ അബ്ബാസേ, ഇവിടെ ഇരിക്കും. അബ്ബാസ് തങ്ങളുടെ ചെവിയിലേക്ക് മുത്തുനബി തങ്ങളുടെ ചുണ്ടുകൾ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇന്നലെ അർദ്ധരാത്രിക്ക് സിദ്ദീഖ് റളിയല്ലാഹു
എൻ്റെ ഹൈമയിൽ വന്നു, എന്നോട് പറഞ്ഞു ഈ യുദ്ധത്തിൽ നമുക്ക് വിജയം ഉറപ്പാണെന്ന്. ഞാൻ ചോദിച്ചു എന്തേ അങ്ങനെ പറയാൻ? നബിയെ, ഈ കിടക്കണ 32,000 ആളുകളും നമ്മുടെ ആളുകളാണല്ലോ, അതുകൊണ്ട് നമുക്കിതിൽ വിജയം ഉറപ്പാണല്ലോ എന്ന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു. എന്നാ കേൾക്കണോ നിങ്ങൾക്ക്? അവയാൽ മാമാ തോളറുകളിൽ ബാസ്വാറ ഉണ്ടായിടുമോ എന്തനിൽ ഫിക്റ. എൻ്റെ സ്വഹാബത്തിന്, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബികൾക്ക് സിദ്ദീഖിന്റെ കണ്ണേറ് സംഭവിച്ചോന്ന് ഞാൻ ഭയക്കുന്നു അബ്ബാസ്. എൻ്റെ സ്വഹാബികൾക്ക് ആരുടെ കണ്ണേറ്? ആരാ സിദ്ദീഖ്? ഈമാൻ, ദുനിയാവിലെ എല്ലാവരുടെയും ഈമാൻ എടുത്തിട്ട് ഒരു തട്ടിലും സിദ്ദീഖിന്റെ മാത്രം ഈമാൻ മറുതട്ടിലും വെച്ചാൽ എൻ്റെ സിദ്ദീഖിന്റെ ഈമാനിന് വെയിറ്റ് കൂടുമെന്ന് ലോകത്തോട് അസന്നിഗ്ധമായ പ്രഖ്യാപനം നടത്തിയ പരിശുദ്ധ റസൂൽ പറയാണ്, എൻ്റെ സിദ്ദീഖിന്റെ കണ്ണേറ് എൻ്റെ സ്വഹാബികൾക്ക് പറ്റുമോ എന്ന് ഞാൻ ഭയക്കുന്നു. പിന്നെയല്ലേ ഇപ്പൊ തോണുമ്പോ നിസ്കരിച്ചണം ഞമ്മക്ക്. ആലോചിച്ച കണ്ണേറ് അൽ ഐനു ഹഖുൻ. എന്തേ ഇതിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം? രക്ഷപ്പെടാനുള്ള മാർഗം ഇത് ഞാൻ ഭയക്കുന്നു നബിയേ, ഇത് ഞാൻ ഭയക്കുന്നു അബ്ബാസേ. പറഞ്ഞു തീരുമ്പോഴേക്ക് മുത്തുനബിക്ക് മുമ്പിൽ ഫിക്റാലിൻഡൂര ചെയ്ത് ശുക്റാലാപ്പോൾ ജിബിരില ഫനസല നബി മുമ്പടുത്ത് ചൊന്നാർ ഇറൈസലാം. നബി സലാം അലങ്കരിത്ത് മിൻ ചോദിത്തേ തനിയേ റബ്ബാമാരെന്താം അത് റൂഹുൽ അമീനുത്ത്. അക്ബർ കോനോമയ്ക്കൊരു ഹദിയ സൂറത്തുൽ ഫലഖിലെ അനുപ്പിയണ്ടൂരത്തതെ തിരുത്ത് ബാരോവർ പോകിലേ. മുത്തുനബി തങ്ങളുടെ മുഖം പെട്ടെന്ന് മാറി, അവിടുത്തെ നെറ്റിത്തടം വിയർത്തു, അവിടുത്തെ മുഖം മാറി. ജിബ്രീൽ ഇറങ്ങുമ്പോ മുഖത്തിന് വ്യത്യാസമുണ്ടാകും. അള്ളാഹുവിന്റെ ദീന് പറയുന്ന സദസ്സുകളിൽ നേരെ ശ്രദ്ധിച്ചോ, മലക്കുകൾ ഇറങ്ങുമ്പോ, ഔലിയാക്കളുടെ അർവാഹിന്റെ സംഗമമുണ്ടാകുമ്പോ ആ മജ്ലിസ് നിയന്ത്രിക്കുന്ന ആളുകളുടെ മുഖത്തിന് ഭാവമാറ്റമുണ്ടാകും. ഇത് പഠിപ്പിച്ചത് 14 നൂറ്റാണ്ട് മുമ്പാണ്. പുന്നാര നബി തങ്ങളുടെ മുഖം പെട്ടെന്ന് മാറി, അവിടുത്തെ നെറ്റിത്തടം വിയർത്തു, അവിടുത്തെ സ്വഭാവ രൂപ സാദൃശ്യങ്ങൾക്ക് വ്യത്യാസമുണ്ടായി, വ്യതിചലനമുണ്ടായി. അപ്പൊ സ്വഹാബികൾക്ക് മനസ്സിലായി ജിബ്രീൽ ഇറങ്ങാണ്. അള്ളാഹുവിന്റെ ദൈവീക സന്ദേശവുമായിട്ട് മുഖറബായ മലക്ക് ജിബ്രീൽ വരികയാണ്. മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, പുന്നാര നബിയേ, സിദ്ദീഖിന്റെ കണ്ണേറ് സ്വഹാബത്തിന് സംഭവിച്ചോ എന്നതിൽ അങ്ങേക്കു നിരാശയാണോ, ടെൻഷനാണോ, വേദനയാണോ, വിഷമമാണോ? പ്രയാസപ്പെടേണ്ടതില്ല നബിയേ, ടെൻഷൻ അടിക്കേണ്ടതില്ല നബിയേ. കണ്ണേറ് സംഭവിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരൗഷധം, ഒരു ഒറ്റമൂലി അള്ളാഹു തന്നുവിട്ടിട്ടുണ്ട്. അള്ളാഹു തന്നുവിട്ടിട്ടുണ്ട്. ആ പൊതി കഴിക്കാണ്, പൊതി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്ന്? ഒറ്റമൂലി ലേഹിയാണോ? ആണോ? അല്ല. ആകാംക്ഷയോടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന പുന്നാര നബിതങ്ങള് ആ ഒറ്റമൂലിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ എന്താണ് ഒറ്റമൂലി എന്നറിയോ? നോക്ക്, സൂറത്തുൽ ഫലഖ്, സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഒന്ന് ചൊല്ലിക്കേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഉറക്കെ ചൊല്ല്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്.
من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد എന്ന് ചൊല്ലിയിട്ട് നെഞ്ചിൽ ഇഷ് എന്ന് ഊതിയാൽ അവൾക്ക് കണ്ണേറ് പറ്റൂല, അവനിക്ക് കണ്ണേറ് പറ്റൂല, ഓൾക്ക് കണ്ണേറ് പറ്റൂല എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ. നാളെ മുതൽ വീട്ടിൽ നിന്ന് രാവിലെ ഇൻഷാ അല്ലാഹ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുതിയണ്ണിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ്, ബൈക്കിലേക്ക് കയറുന്നതിന് മുമ്പ്, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് സൂറത്തുൽ ഫലഖ് സൂറത്തോതി നെഞ്ചിലൂതണം. അതോടൊപ്പം അഊദു ചൊല്ല്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് 3 വട്ടം നെഞ്ചിലൂതിക്കോ. വല്ലാഹി കണ്ണേറ് സംഭവിക്കില്ല. സംശയമുണ്ടോ? മഹാന്മാരെ പിടിച്ചാല് നമ്മളെ ഒരിക്കലും ഒരു കൈവിടൂല, ഉറപ്പാണ്. 10 ദിവസമാണ് ഞാൻ എപ്പോഴും ഓർക്കാണ്, ഇപ്പോഴും ഞാൻ ഓർക്കാണ്. 10 ദിവസമാണ് എനിക്ക് ബ്ലോക്ക് ഉണ്ടായിട്ട് ഒരു ടീം വർക്ക്, ഒരു പാക്കേജാണ്. 2 കാറാണ് പോവുക എല്ലായിടത്തേക്കും. അതിൽ മോമൊക്കെ വലതുഭാഗത്തുണ്ടാവും, ഇടതുഭാഗത്ത് വായുതുണ്ടാവും, എൻ്റെ കുട്ടികളുണ്ടാവും. കാരണം ഇപ്പം മരിക്കാൻ പോവുകയാണല്ലോ, കണ്ടോടത്തോളം കാണാലോ എന്നും വിചാരിച്ചിട്ട് എല്ലാവരും പോണോടത്തേക്കൊക്കെ പോവുകയാണ്. കാണുന്ന ഡോക്ടർമാരൊക്കെ പറഞ്ഞു ബൈപ്പാസ് പൊളിക്കണം, കീറി പൊളിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ബദിരീങ്ങളുടെ ഹക്ക് കൊണ്ട് വല്ലാഹി എൻ്റെ മനസ്സിലൊരു ഖൗഫും ഒരു പേടി എൻ്റെ റബ്ബ് എനിക്ക് തന്നില്ല. ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തേ വിചാരിച്ചത്? ഒരു ചെറിയൊരു ഉളിയാണ്. ആ ഉളി കൊണ്ട് ഇങ്ങനെ തോല് പൊളിച്ചതിൻ്റെ ശേഷം ഈ ഉളി കൊണ്ട് ഇങ്ങനെ ചെത്തി എല്ല് പൊളിച്ചെടുക്കണത്. എന്നിട്ട് ഹാർട്ട് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടാണ് ഈ സർജറി നടക്കുക. ചെറിയ വിഷയമല്ല, ഗൗരവമുള്ള വിഷയം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് കാക്കട്ടെ. ഉളിയോണ്ട് നമ്മുടെ വാരിയല്, ഈ നെഞ്ചിന്റെ കൂട് അത് പൊട്ടിച്ചെടുക്കുന്ന രംഗങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് അള്ളാഹു ആ അവസ്ഥയിൽ നിന്ന് ഈ കൂടെ നമ്മളെയും നമ്മളെ കുഞ്ഞുമക്കളെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവെ നീ കാക്കണേ റബ്ബേ, അങ്ങനത്തെ ഒരു രോഗം ഞങ്ങൾക്ക് തരരുതേ റബ്ബേ. ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തും മൻ ബദിരീങ്ങളെ വിളിക്കാൻ തുടങ്ങിയത് 17 വയസ്സിലാണ്. എന്നിട്ട് ഓര് നമ്മളെ കൈവിടുമോ? പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഉസ്താദ് ഇപ്പൊ ബോൺ ബേബിയാണ് എന്നാണ്. എന്തേ ഇതേ പറഞ്ഞു ഡോക്ടർ? എന്ത് ബേബിയെങ്കിലും ആകട്ടെ, അള്ളാഹു തആല അങ്ങനെ തന്നെ നമുക്ക് ആക്കി തട്ടെ. അപ്പൊ ദ്വാർന്നാൽ ആ ദ്വാക്ക് ഇജാബത്ത് ഉണ്ട് എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഈ ജീവിതത്തിൽ എത്ര ഔലിയാക്കള്, എത്ര മഹാന്മാരെ കണ്ടുമുട്ടി, എത്ര ആളുകളുടെ പൊരുത്തം. എന്നെ തർബിയത്ത് ചെയ്യുന്ന തൊളിക്കോട് ഉസ്താദ് 10 ദിവസമാണ് എന്നെ പിന്തുടരുന്നത്. 10 ദിവസം. അവസാനം എന്നോട് പറഞ്ഞു നാളെ സർജറിക്ക് മുമ്പ് അർദ്ധരാത്രിക്ക് ഒരു അത്ഭുതം അവിടെ നടക്കുന്നു. ആ അത്ഭുതം ഡോക്ടർ പറഞ്ഞു എന്നോട്, ആ അത്ഭുതം ഇന്നലെ നടന്നു എന്ന്. വല്ലാഹി ഒളുവോടുകൂടെ നിന്നിട്ട്, ഈ മജ്ലിസിൽ നിന്നിട്ട് ഒളുവോടുകൂടെ എൻ്റെ മശായിഖന്മാരെ മേൽ ഫാത്തിഹ ഓതി ഞാനിവിടെ നിന്നിട്ട് എൻ്റെ നാവ് കൊണ്ട് ഞാൻ കളവ് പറയല്ല. നാളെ രാത്രിക്ക് അവിടെ ഒരു അത്ഭുതം നടക്കും. ആ അത്ഭുതം നടന്നു. ഡോക്ടറിനോട് നേരിട്ട് പറഞ്ഞു ആ അത്ഭുതം ഇന്നലെ രാത്രി. ഇത് കാതുകൊണ്ട് കേട്ടത് വാഹിദ. എൻ്റെ മകൻ അടുത്ത് നിൽക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ അടുത്ത് നിൽക്കുന്നുണ്ട്. അതാണ് മഹാന്മാരുടെ നാവ്. മഹാന്മാരുടെ നാവ് അതാണ്. അള്ളാഹ് കഷ്ടപ്പെടുത്തൂല. ആര് തന്നെ തരം താഴ്ത്താൻ ശ്രമിച്ചാലും, ആര് തന്നെ നമുക്ക് എതിർപ്പ്, നമ്മുടെ സ്ഥാപനത്തിന് എതിർപ്പുണ്ടായാലും, നമ്മക്ക് എതിർപ്പുണ്ടായാലും അള്ളാഹ് തളർത്തൂല കൂട്ടരെ. ആ യഖീന് നമുക്ക് വേണം. ഔലിയാക്കൾക്ക് ഉണ്ടാകേണ്ട 8 നിബന്ധനകളിൽ ഒന്ന് അത്തവക്കുൽ എന്നാണ് പറഞ്ഞത് റസൂലുള്ളാഹ്. എന്ത് പ്രതിസന്ധി വരുമ്പോഴും പടച്ചോനെ പെട്ടലോ ചിന്തിക്കണ്ട. ഉസ്താദ് പറഞ്ഞില്ലേ, നമ്മുടെ മന്നാനി ഉസ്താദ് തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരുപാട് ആളുകൾ അത് അനുഭവിച്ച ആളുകളാണ് ഇവിടെ വന്നത്. സഖാവി ഉസ്താദും പറഞ്ഞു അനുഭവിച്ച ആളുകളല്ലേ ഇവിടെ വന്നത്. ചെർപ്പുളശ്ശേരിയിലെ മുഹമ്മദ് ഖാനെ കാണുമ്പോൾ എനിക്കെന്റെ മനസ്സിൽ സന്തോഷമുണ്ട്. കൂത്താനല്ലൂര് നാഗൂരിനടുത്ത് കൂത്താനല്ലൂര് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ നാഗൂരിലെ സിയാറത്തും കഴിഞ്ഞിട്ട് ആ പള്ളിയുടെ പുറത്തേക്ക് വരുമ്പോഴാ മുഹമ്മദ് ഖാന്റെ മൂത്ത മോനെ വിളിച്ചിട്ട് ഉസ്താദേ എന്റെ വാപ്പാക്ക് തലയിൽ രോഗമുണ്ട് എന്ന് പറഞ്ഞു.
അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹക്കൊണ്ട് എൻ്റെ വാപ്പാക്ക് ഒരു ചുക്കൂല്ല എന്ന് പറഞ്ഞു. എവിടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്? നാഗൂരിൽ വീരാനുൻ നാഗൂരി ഖദ്ദസല്ലാഹു സിറഹു. ഇന്നാ മോമൊക്കെ മുന്നിലിരിക്കുന്നത്. എത്ര കൊല്ലായി ഇപ്പം അത് കഴിഞ്ഞിട്ട് അല്ലേ? പള്ളിക്കരയിലെ സുലൈമാനിക്കനോട് പറഞ്ഞു നെഞ്ചുവേദന ഹാർട്ടിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബദരീങ്ങളുടെ ഹക്കുണ്ട്, ഈ ഹാർട്ടിന് ഇനിയൊരു ഓപ്പറേഷൻ വേണ്ടാന്ന്. 8 കൊല്ലം കഴിഞ്ഞു, ഇതായിരിക്കുന്നു. ഇതൊക്കെ ഞാൻ പറയണത് പൈസ കൊടുത്തിട്ട് ആളെ കൊടുത്ത് നിർത്തിക്കല്ല. എന്തേ കാരണം? വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് നമ്മുടെ സദസ്സിൽ ദുആക്ക് ജാവത്തുണ്ട്. അള്ളാഹ് നമ്മളെ കഷ്ടപ്പെടുത്തൂല, കയ്യൊഴിയില്ല. നമ്മൾ പെട്ടൂന്ന് തോന്നും മനസ്സുണ്ട്, പെടൂല. അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടി ദുആർക്കണം. നമുക്ക് ഇൻഷാ അല്ലാഹ് അസ്മാ ബദർ തുടങ്ങി നമ്മുടെ ദുആയും കഴിഞ്ഞ് ബറക്കത്തും വാങ്ങി പോകാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ.